മലപ്പുറം പട്ടർക്കടവ് അബ്ദുറഹ്മാന്റെയും ഖദീജയുടെയും മകനായ അബ്ദുൽ റഹീം സൗദിയിലാണ് പഠിച്ചു വളർന്നത്. പിതാവ് തുടങ്ങിവെച്ച ബിസിനസ് ഗ്രൂപ്പ് പുതിയൊരു സാമ്രാജ്യമായി വളർത്തിയെടുക്കുകയാണ് അബ്ദുൽ റഹീം. സഹറാനി ഗ്രൂപ്പിന്റെ അതിവേഗത്തിലുള്ള ബിസിനസ് വളർച്ചയിൽ വളരെ ചെറുപ്പത്തിൽ സിഇഒ ആയ റഹീമിന്റെ നേതൃപാടവം നിർണായകമായിരുന്നു. ഹോസ്പിറ്റാലിറ്റി എന്ന് വന്ന് പിന്നെ 5 സ്റ്റാർ ഹോട്ടൽസും കാറ്റഗറിയൊക്കെ ആയിരുന്നു ഞങ്ങൾ ആദ്യം മാനേജ് ചെയ്തിരുന്നത്. ഫോർവേഡ് ഞങ്ങൾ പിന്നെ മറ്റുള്ള മെഗാഗിഗ സൗദിൻ്റെ 2030 വിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്ന മെഗാ പ്രൊജക്ട്സിലൊക്കെ ഇൻവോൾവ് ആയി. ഇപ്പം അപ്കമിങ് ആയിട്ടുള്ള പല ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീനെയും ടാർഗറ്റ് ചെയ്ത് പോവാണ്. വിദേശ നിക്ഷേപകർക്ക് സ്ഥിരതാമസം നൽകാൻ വേണ്ടി സൗദി അറേബ്യ ആരംഭിച്ച പ്രീമിയം റെസിഡൻസി സ്വന്തമാക്കിയ വ്യവസായികളുടെ പട്ടികയിലെ ആദ്യ നേട്ടക്കാരനാണ് റഹീം. വിഷൻ 2030 എന്ന സൗദിയുടെ പുതിയ വികസന കുതിപ്പിനൊപ്പം പടരുന്ന ഇന്ത്യൻ വ്യവസായി. ഇതുവഴി സൗദിയിലെ പ്രവാസികൾക്ക് ഇതുവരെ എത്തിപ്പിടിക്കാനാകാത്ത മേഖലകളിൽ നിക്ഷേപ സാധ്യതയാണ് സഹറാനി ഗ്രൂപ്പ് കാണുന്നത്. 1998 ആരംഭിച്ച സഹറാനി ഗ്രൂപ്പ് തുടങ്ങിയത് 13 പേരുമായാണ്. ഇന്ന് ക്ലസ്റ്റർ അറേബ്യ എന്ന പേരിൽ വികസിച്ച കമ്പനിയിൽ 3000-ലേറെ ജീവനക്കാരുണ്ട്. എഞ്ചിനീയറിംഗ്, ട്രേഡിംഗ്, ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ്, ഗതാഗതം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സേവനങ്ങൾ, വ്യവസായം, ഉൽപാദനം, നിർമ്മാണം, എനർജി മാനേജ്മെന്റ്, റിയൽ എസ്റ്റേറ്റ്, ടെലികമ്മ്യൂണിക്കേഷൻ, മീഡിയ എന്നീ രംഗങ്ങളിൽ വരെ വികസിച്ചു കിടക്കുന്നുണ്ട് ക്ലസ്റ്റർ അറേബ്യയുടെ മേഖല. സൗദിക്കും ഇന്ത്യയ്ക്കും പുറമെ GCC രാജ്യങ്ങളിലും UK, ചൈന, ഹോങ്കോങ്, യൂറോപ്പ്, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിലും സാന്നിധ്യമുണ്ട് ഗ്രൂപ്പിന്. ഇതടക്കമുള്ള നേട്ടങ്ങളാണ് ക്ലസ്റ്റർ അറേബ്യ ഗ്രൂപ്പിന്റെ മേധാവിയായ റഹീമിനെ മീഡിയ 1 ബിസിനസ് എക്സലൻസ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. പ്രൊഫഷണൽ കൺസ്ട്രക്ഷൻ സൈഡാണ് ഞങ്ങൾ ഇപ്പം പിന്നെ മെഗാഗിഗ പ്രൊജക്ട് സൈഡിലൊക്കെ ചെയ്യുന്നത്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ BOT പ്രോജക്ട്സ്, എനർജി, ഗ്രീൻ എനർജി മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റുള്ള എനർജി ഡിവിഷൻസൊക്കെ ഇവിടെ ഇപ്പം പുതിയ സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്യാസ് പ്ലാന്റ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇപ്പം ഞങ്ങളെ ന്യൂ പ്രോജക്ട്സാണ്. സൗദിയിലെ വൻകിട പദ്ധതിയായ നിയോമിലടക്കം സാന്നിധ്യമുണ്ട് ക്ലസ്റ്റർ അറേബ്യയിലൂടെ ഈ ഗ്രൂപ്പിന്. സൗദിക്കൊപ്പം കുതിച്ചു വളരുന്ന ഗ്രൂപ്പാണ് സൗദിയിലെ ആദ്യ വിദേശ FM റേഡിയോ സ്റ്റേഷനുകൾക്ക് അനുമതി സ്വന്തമാക്കിയത്. ക്യാപിറ്റൽ റേഡിയോ നെറ്റ്വർക്ക് എന്ന പേരിൽ മലയാളമടക്കം 5 ഭാഷകളിലെത്തുന്ന FM-ലൂടെ മാധ്യമരംഗത്തേക്കും പ്രവേശിക്കുകയാണ് ക്ലസ്റ്റർ അറേബ്യ.